Friends, today we are exploring Vitala Temple in Hampi. 15th സെഞ്ച്വറിയിലാണ് ഈ ഒരു ടെമ്പിൾ പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. നമ്മുടെ കൃഷ്ണദേവരായ ആണ് ഇത് പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ടെമ്പിൾ അറിയപ്പെടുന്നത് വിഷ്ണുവിൻ്റെ ടെമ്പിൾ ആയിട്ടും കൂടെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഹംപി ബസാർ കണ്ടു, അതുപോലെ തന്നെ കൃഷ്ണ ബസാർ കണ്ടു. ഹംപി ബസാർ എന്ന് പറയുന്നത് ശരിക്കും ജുവൽസിൻ്റെ ആയിരുന്നു. അതേപോലെ തന്നെ കൃഷ്ണ ബസാർ ഇതുപോലെ സ്പൈസസിൻ്റെ ആയിരുന്നു. അപ്പം വിറ്റാല ടെമ്പിളിനോട് ചേർന്നിട്ടുള്ള ബസാർ കാര്യങ്ങൾ എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുതിരകളെയൊക്കെ കച്ചവടം നടത്തിയിരുന്നതാണ്. അറബികളും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ വന്നിട്ട് കുതിരകളെയാണ് ഇവിടെ മെയിനായിട്ട് കച്ചവടം നടത്തിയിരുന്നതെന്നാണ് വേറൊരു വേർഷൻ ഉള്ളത്. അതാണ് ഇവിടെ പറയപ്പെടുന്നത് മെയിനായിട്ടും. അപ്പോൾ ഈ ഹംപി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അതുപോലെ റിച്ച് ആയിട്ടുള്ളൊരു സാമ്രാജ്യം നിലനിന്നിരുന്ന ഒരു പിന്നെ പ്ലേസ് ആയിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. എല്ലാം സ്റ്റോണിലാണ് പണി കഴിപ്പിച്ചേക്കുന്നതെന്ന് കാണുമ്പോഴാണ് നമുക്ക് അതിലേറെ അത്ഭുതം തോന്നുന്നത്. ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ടിക്കറ്റ് ഫോർ ഇന്ത്യൻസ് 40 റുപ്പീസാണ്. അതേപോലെ തന്നെ ഫോറിനേഴ്സൊക്കെ ആണെങ്കിൽ 600 ഒക്കെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് അതിൻ്റെ എൻട്രൻസിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ റിക്ഷകൾ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് സ്റ്റോൺ ചാരിയറ്റാണ്. ദ മോസ്റ്റ് ഐക്കോണിക് സിമ്പിൾ ഓഫ് ഹംപി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മളുടെ 50 റുപ്പീസിൽ ഉള്ളതാണ് ഈ ചാരിയറ്റ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടും മാത്രമായിട്ട് ആൾക്കാർ ഇവിടെ വരാനുണ്ട്. കാരണം ആൾക്കാരത് 50 റുപ്പീസൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെയും കണ്ടില്ല നിങ്ങൾ, ആ എലിഫൻറ്റിൻ്റെയൊക്കെ പിന്നെ ഇത് കണ്ടില്ല, അതെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എത്രയോ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും പറയാനില്ല, അത്ര സൂപ്പറാണ്. ഈ ചാരിയറ്റ് ശരിക്കും പറഞ്ഞാൽ ഗരുഡന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നതാണ്. ലോർഡ് വിഷ്ണുവിൻ്റെ വെഹിക്കിളാണ് ഗരുഡൻ. പിന്നെ നമുക്ക് നെക്സ്റ്റ് കാണാൻ പോകുന്നത് മ്യൂസിക്കൽ പില്ലോസാണ്. മ്യൂസിക്കൽ പില്ലോസ് എന്ന് പറഞ്ഞാൽ ഏത് പില്ലോയിൽ നമ്മൾ പോയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു സ്റ്റോൺ വെച്ച് ഇങ്ങനെ ഇരിക്കണം, ഇതിൽ നിന്ന് മ്യൂസിക് കേൾക്കും, പല രീതിയിലുള്ള സൗണ്ടുകളാണ് കേൾക്കുന്നത്. ഇതിനകത്ത് 56 പില്ലേഴ്സാണുള്ളത്. ആ 56നും ഡിഫറെൻറ്റ് സൗണ്ടാണ്. ഇതാണ് മഹാമണ്ഡപം എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹോഴ്സ് കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ ഇവിടെയുള്ളത് ഈ മണ്ഡപം എന്ന് പറഞ്ഞാൽ ഇത് നൃത്തത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു മണ്ഡപമാണ്. ഹംപിയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും നമ്മളിങ്ങനെ സന്ദർശിക്കുന്ന സമയത്ത് മനസ്സിൽ ഫീൽ ചെയ്യും എത്രയോ മനോഹരമായ പിന്നെ നിർമ്മിതിയാണെന്ന്. ഈ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് അത്രയും ഗംഭീരമാണ്. അതേപോലെ തന്നെ അത്രയും അട്രാക്റ്റീവായിട്ടാണ് എല്ലാ ക്ഷേത്രങ്ങളും അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാക്കന്മാർ തുലാഭാരം നടത്തിയിരുന്ന ഇതാണ്. ഈ വിറ്റാല ടെമ്പിൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ തയ്യാറായിട്ട് വരിക. നമ്മൾ തുംഗഭദ്ര നദിയുടെ തീരത്തേക്ക് നടന്നു പോവുകയാണ്. അവിടെയും ഇതേപോലെ തന്നെ ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നടക്കാനും അങ്ങനെ വയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ റിക്ഷ എടുത്തു കഴിഞ്ഞാൽ അവർ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കാണിക്കും. വാസ്തുശാസ്ത്രപ്രകാരം പണി കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് വിത്താല ടെമ്പിൾ എന്ന് പറയാം. അപ്പം ആ ക്ഷേത്രത്തിൽ ഗരുഡന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഗരുഡൻ്റെ ആണ് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ബാലനായ വിഷ്ണുവിൻ്റെ വിഗ്രഹമായിരുന്നു അവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഈ വാസ്തുശാസ്ത്രപ്രകാരം പണി കഴിപ്പിച്ചിരിക്കുന്ന ഹംപിയിലുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഈ വിത്താല ക്ഷേത്രം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് തുംഗഭദ്ര നദിയുടെ തീരത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന മ്യൂസിക്കിന് വേണ്ടിയിട്ട് മാത്രം. അതായത് ഈ നദിയുടെ തീരത്തിരുന്നിട്ട് ഇവർ മ്യൂസിക്, അതായത് സംഗീതം ആസ്വദിച്ചിരുന്ന ഒരു പ്ലേസ് ഉണ്ട്. അവിടെ ഒരു സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഗ്രഹവും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എത്രയോ ദീർഘവീക്ഷണത്തോടെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ഇതെല്ലാം കാണുക, ഇതെല്ലാം കണ്ട് ആസ്വദിക്കുക. നിങ്ങളുടെ മനസ്സും എല്ലാം നിങ്ങൾക്ക് നിറയും. പക്ഷേ ഭക്തിയുടേതായിട്ടുള്ളൊരു ഭയങ്കര ഒരു അനുഭവമൊന്നും എനിക്കിവിടെ ആരുടെയും ഫേസിലോ അല്ലെ ആരും അങ്ങനെ കാണിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എല്ലാവരും ഒരു ടൂറിസ്റ്റായിട്ട് വരുന്നു, എല്ലാം കണ്ടുപോകുന്നു എന്നുള്ളതാണ്. കാരണം കല്ലുകളെല്ലാം നശിപ്പിക്കപ്പെട്ട് വിഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പവർ ഇല്ലെന്നാണ് ഹൈന്ദവ വിശ്വാസപ്രകാരം അവർ വിശ്വസിക്കുന്നത്. അപ്പം ഈ ക്ഷേത്രവും വിത്താല ടെമ്പിളും കാര്യങ്ങളും ഞങ്ങൾ രാവിലെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. കാരണം എല്ലാവരും മടുത്ത് ഏകദേശം, കാരണം രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ച വരെ കാണാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രാവിലെ തന്നെ വന്നിട്ട് ഈ ഒരു വിത്താല ടെമ്പിൾ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുക. ഇനി ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കുകയാണ്.
ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ക്വീൻസ് ബാത്ത് ആ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ഇവിടുത്തെ രാജകുമാരി കുളിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. എത്ര മനോഹരമാണല്ലേ ഇതൊക്കെ കാണാനായിട്ട്. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു ഡോറാണ്, ശരിക്കും കൊട്ടാരത്തിൻ്റെ ഡോറാണ്, കല്ലിലാണ് അതും തീർത്തിരിക്കുന്നത്. പിന്നെ ഇത് പുഷ്കരണിയാണ്. എല്ലാ കൊട്ടാരത്തിനോട് ചേർന്നും ഇതുപോലെയുള്ള പുഷ്കരണികൾ ഉണ്ടായിരുന്നു. ഇത് കൽപ്പടവുകളാണ് ഇതിന് ഓരോന്നിനും കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഞാൻ പല വീഡിയോകളിലും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ലോട്ടസ് മഹൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതും രാജകുമാരികളും അവരുടെ തോഴിമാരും ഒക്കെ വന്നിട്ട് നൃത്തവും സംഗീതവും ഒക്കെ ആയിട്ട് നടന്നതാണ്. അപ്പോൾ ഈ സ്ട്രക്ചറും എല്ലാം തകർത്തത് മുഗളന്മാരുടെ അറ്റാക്കിലൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ആ ഒരു പില്ലറുകളും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് ഇപ്പോഴും ഭയങ്കര രസമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇവർ ഇത്രയൊക്കെ നിലനിർത്തി എന്ന് പറഞ്ഞാൽ ഇവർ ഓൺ ടൈമിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് നിർത്താൻ പറ്റിയേനെ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ അടുത്തത് നമ്മൾ പോയത് എലിഫൻറ്റ് ടേബിൾ കാണാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 10,000-ഓളം എലിഫൻറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടും എല്ലാത്തിനും ഉപയോഗിച്ചിരുന്ന ഒരു 11 എലിഫൻ്റ് ഉണ്ട്. അതിനെയാണ് ഇവിടെ താമസിച്ചിരുന്നതും ഇവിടെ സംരക്ഷിച്ചിരുന്നതും. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് ഇന്നത്തെ ഹംപി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്